കേരളത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ 5,900 കോടി വെട്ടിക്കുറച്ച് കേന്ദ്രം. ഓരോ വർഷവും കേന്ദ്രത്തിൽ നിന്ന് വായ്പ എടുക്കുന്നത് ഇരട്ടിയായോ 90% വർദ്ധിച്ചു വരുന്നതാണ് കേരളത്തിന്റെ ചരിത്രം. 2006-11 VS സർക്കാരിന്റെ കാലത്ത് കേരളം കടമെടുത്തത് 80,000 കോടി രൂപയാണ്. അതിനുശേഷം 2011-16 വന്ന ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 1.5 ലക്ഷം കോടിയാണ് കടമെടുത്തത്. ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാനം ഈ കണക്ക് 2.96 ലക്ഷം കോടിയാണ്. മുൻ രീതി അനുസരിച്ച് ഈ തവണ 5.80 ലക്ഷം കോടി രൂപ കടമെടുക്കാനാണ് നിശ്ചയിച്ചിരുന്നത്. എന്നാൽ രാഷ്ട്രീയ വിരോധം ഒന്നുകൊണ്ട് മാത്രം സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധി കേന്ദ്രം കുത്തനെ കുറച്ചു. 4.70 ലക്ഷം കോടി മാത്രമാണ് നിലവിൽ കേരളത്തിന് കടമെടുക്കാവുന്ന തുക. ഇതൊരു പുതിയ സംഭവമല്ല. നേരത്തെ കിഫ്ബിയും പെൻഷൻ കമ്പനിയും എടുക്കുന്ന വായ്പ സംസ്ഥാനത്തിന്റെ വായ്പാ പരിധിയിൽപ്പെടുത്തി കേരളത്തിന് അർഹതപ്പെട്ട വായ്പ നിഷേധിച്ചതാണ്. എന്നാൽ കേരളത്തിന്റെ മേൽ കൊണ്ടുവരുന്ന ഈ നിയന്ത്രണങ്ങൾ ഒന്നും കേന്ദ്രം സ്വന്തം കാര്യത്തിൽ പാലിക്കുന്നില്ല എന്നത് കണക്കുകൾ വ്യക്തമാക്കുന്നു. ഈ സാമ്പത്തിക വർഷം അവസാനിക്കുമ്പോൾ ഏകദേശം 200.16 ലക്ഷം കോടിയാണ് കേന്ദ്ര സർക്കാരിന്റെ കടം. ഭരണഘടനയുടെ അനുച്ഛേദം 293 പ്രകാരം സംസ്ഥാനങ്ങൾക്ക് യൂണിയൻ ഗവൺമെന്റിൽ നിന്നും കടമെടുക്കാനുള്ള അവകാശമുണ്ട്. കേരളം പ്രതീക്ഷിച്ചിരുന്ന പണം ശമ്പളമായും ക്ഷേമ പെൻഷനായും ഒക്കെ ജനജീവിതം മെച്ചപ്പെടുത്താനുള്ള വകയായിരുന്നു. ഇതിന് തടയിടുന്ന മോദി സർക്കാർ നമ്മുടെ അവകാശങ്ങളെ വെറും ഔദാര്യമായി മാത്രമാണ് കാണുന്നത്.